നമസ്കാരം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ. എല്ലാവരെയും ഭഗവാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരവും ഗുരുവായൂർ വിശേഷങ്ങളും പറയാനായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മുടങ്ങാതെ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരം ശംഖചക്രഗദാധാരിയായിട്ട് നിൽക്കുന്ന ഭഗവാൻ ഗുരുവായൂരപ്പൻ, ചതുർബാഹുവായിട്ടുള്ള ഗുരുവായൂരപ്പൻ. നിങ്ങൾക്ക് പുറകിൽ കാണാൻ പറ്റും, എൻ്റെ ഗുരുവായൂരപ്പനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലെ ഒരു ഗുരുവായൂരപ്പനായിട്ട് നമ്മുടെ ഗുരുവായൂരത്തെ പൊന്നുണ്ണി കണ്ണൻ ശ്രീലകത്ത് വിളങ്ങാണ്. എല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നു ഭഗവാൻ ഗുരുവായൂരപ്പൻ. ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ ഇന്നും പറയും, ഇന്ന് വന്ന് ഭഗവാനെ തൊഴാൻ സാധിച്ചവർ, നേരിട്ട് തൊഴാൻ സാധിച്ചവർ ഭാഗ്യവാന്മാർ. നമ്മളെപ്പോലുള്ളവർ ദൂരത്തിരുന്നിട്ട് ഭഗവാനെക്കുറിച്ച് സ്മരിച്ചും ചിന്തിച്ചും ആലോചിച്ചും നിങ്ങളുടെ മുന്നിൽ ഇന്നത്തെ ഈ വീഡിയോ എത്തിപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഇതുപോലത്തെ അലങ്കാര വിശേഷങ്ങളും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജാ വിവരങ്ങളൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നുണ്ടെങ്കിൽ, അത്രയധികം നിങ്ങൾ ഭഗവാനെ സ്മരിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ ഭഗവാനെ സ്മരിക്കുന്നത് പോലെ തന്നെ ഭഗവാൻ നിങ്ങളെയും സ്മരിക്കുന്നത് കൊണ്ടാണെന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരെയും ഭഗവാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ, നാരായണ. ഇന്ന് തൊട്ടിട്ട് പൂക്കളം തുടങ്ങി. ഇനി 10 ദിവസം ശരിയായ പൂക്കളങ്ങളുടെ കാഴ്ചകൾ കാണാൻ ഗുരുവായൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. വേറെ എത്ര തന്നെ ഞാൻ ഒരുപാട് അമ്പലങ്ങളിൽ പൂക്കളങ്ങളും പൂവിടുന്നതും ഒക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഗുരുവായൂർ അമ്പലം പശ്ചാത്തലമായിട്ട് ആ പൂക്കളം തിളങ്ങി നിൽക്കുന്നത് അത്രയും ഒരു ഭംഗി ഞാൻ എവിടെയും കണ്ടിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയാം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ പേഴ്സണൽ ചോയ്സാണ് ഞാൻ പറയുന്നത്. എനിക്ക് അത്രയേറെ ഇഷ്ടമാണ് ഗുരുവായൂരിലെ പൂക്കളങ്ങൾ. ഇന്നത്തെ പൂക്കളം അത്തപ്പൂക്കളം, നമ്മുടെ ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ ഫ്ലവേഴ്സിൻ്റെ വകയായിട്ടുള്ള അത്തപ്പൂക്കളം വളരെ സുന്ദരമായിട്ടുള്ള പൂക്കളായിരുന്നു. ഇന്നലെ രാത്രി വൈകിട്ട് അവർ പൂവ് ഒക്കെ ശരിയാക്കുന്ന സമയം തൊട്ടിട്ട് രാവിലെ പൂവിട്ട് കഴിയുന്നവരെയുള്ള സമയങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് പോയിട്ടൊന്ന് വിസിറ്റ് ചെയ്തത് കാണാനുള്ള ഭാഗ്യമുണ്ടായി. രാവിലെ പൂക്കളത്തിൻ്റെ അവിടെ പോയി നിന്നു. കുറച്ച് നേരം കണ്ടമാനം ആളുകൾ വരുന്നുണ്ട്. ആശ്ചര്യത്തോടു കൂടി പൂക്കളത്തെ നോക്കുന്നുണ്ട്. പൂക്കളും അമ്പലവും കൂടിയിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പരിപാടികൾ നടക്കണം. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഒപ്പം നമ്മുടെ ആ കുളപ്രദക്ഷിണം ആരംഭിച്ചു. കണ്ടമാനം ഫോട്ടോസ് എടുക്കുന്നുണ്ട് ആൾക്കാർ. എന്താ പറയുക, നമ്മുടെ കൂളമരത്തിൻ്റെ അവിടേക്കൊക്കെ നല്ല തിരക്കുണ്ടെന്ന് എന്താ അറിയില്ല. അതുപോലെ തന്നെ വഴിപാട് പായസം ഷീട്ടാക്കാനായിട്ടും വഴിപാടുകൾ ഷീട്ടാക്കാനുമായിട്ടൊക്കെ ക്യൂ നിറഞ്ഞിരിക്കുകയാണ്. പ്രസാദം മേടിക്കാനും നല്ല ജനത്തിരക്കുണ്ട്. കണ്ടമാനം സുഹൃത്തുക്കളും കുറേ ജോലിക്കാരും ആൾക്കാരെയും ഒക്കെ നേരിട്ട് കാണാനും സംസാരിക്കാനും പറ്റി. ഒരുപാട് കൃഷ്ണബന്ധുക്കളെ, നിങ്ങളെപ്പോലുള്ള ഒരുപാട് കൃഷ്ണബന്ധുക്കളെ ഇന്ന് കണ്ടു. ഒരുപാട് പേരോടൊത്ത് ഒരുപാട് നേരം സമയം ചെലവഴിക്കാൻ സാധിച്ചു. പ്രസാദൂട്ടും കഴിഞ്ഞ് നാരായണാലയത്തിന് മുന്നിൽ പോയി നിന്നിട്ട് പ്രസാദൂട്ടിൻ്റെ വഴി ചുറ്റി നാരായണാലയത്തിൻ്റെ മുന്നിൽ പോയിട്ട് അവിടെയാണ് നമ്മുടെ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഭഗവാൻ ഉണ്ണിക്കണ്ണൻ്റെ, വേണുഗോപാലൻ്റെ വിഗ്രഹമുള്ളത്. മുരളീധരനായിട്ട് നിൽക്കുന്ന ആ സുന്ദര കണ്ണനെ കണ്ട് പ്രാർത്ഥിച്ച് അവിടുന്ന് മുന്നേ നടന്ന് എന്താ പറയുക, നമ്മുടെ വടക്കേ നടയിലേക്ക് വന്നു ചേർന്ന് ഭഗവതി അമ്മ അവിടെ ഒന്ന് നിർത്തി ഒന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചു. കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ, കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. മഹാകാളിയാണ്, ഗുരുവായൂരപ്പൻ്റെ എഴുത്തിയാണ് അവിടെ വടക്കേ നടക്കിലിരിക്കുന്നത്. നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ നമ്മുടെ ഗുരുനാഥൻ കൊടക്കാട് ശശി തിരുമേനി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഗുരുവായൂർ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ഭഗവതീനെ തൊഴണമെന്ന് അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ എന്ന് കുളപ്രദക്ഷിണം ചെയ്യുകയാണെങ്കിലും അവിടെ നിന്നിട്ട് ഒരു 3 തവണയെങ്കിലും നാമം ചൊല്ലാണ്ട് ഞാൻ എൻ്റെ പ്രദക്ഷിണം പൂർത്തിയാക്കാറില്ല. അത് കഴിഞ്ഞ് ഞാൻ കിഴക്കേ നടക്കിൽ വന്നപ്പോൾ പിന്നെയും നല്ല തിരക്കായിരുന്നു. ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്ന് തൊഴുതിട്ടാണ് പിന്നെ നമ്മൾ അവിടുന്ന് മടങ്ങുന്നത്. ഒരുപാട് സന്തോഷം തരുന്ന ഈ ഒരു പൂക്കളം, ഓണക്കാലം എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഗുരുവായൂരിൻ്റെ എന്താ പറയുക, ഗുരുവായൂരിൻ്റെ ഒരു മുഖച്ചായ തന്നെ അങ്ങനെ മാറുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് വൈശാഖം, അതുപോലെ തന്നെയാണ് ശബരിമല സീസൺ. അങ്ങനെ ഓരോ ഉത്സവ കാലങ്ങൾക്കും അതിനേക്കാട്ടും മനോഹരമാണ് ഗുരുവായൂരപ്പൻ്റെ മഹോത്സവം, ബ്രഹ്മോത്സവം. ഓരോ കാലഘട്ടത്തിലും ഗുരുവായൂരിന് ഓരോ മുഖച്ഛായ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാറ്റ് വീശുമ്പോൾ ഒരു പ്രത്യേക സൗന്ദര്യമാണ് ഗുരുവായൂരപ്പന്. ഗുരുവായൂരിന് മഴ പെയ്യുമ്പോൾ, അതുപോലെ തന്നെ മഞ്ഞുകാലത്ത്, ഏത് സമയത്തായാലും അമ്പലം അതിൻ്റേതായ ഒരു സൗന്ദര്യം നമ്മളിലേക്ക് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. നമ്മളതൊക്കെ കാണാനാകൂടി ചെയ്യേണ്ടത് മനസ്സിൽ ഭഗവാനെ മാത്രം സ്മരിച്ച് ഭഗവാനെ മാത്രം ചിന്തിച്ച് നമ്മൾ കുറച്ച് നേരം നാമം ചൊല്ലിയ തിരുനടയിൽ നിന്നാൽ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് വന്നു ചേരും. നമുക്ക് ഏറ്റവും സന്തോഷമുള്ളതുമായിട്ടുള്ള കാര്യം നമുക്ക് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് നിൽക്കുക എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ആനന്ദിക്കുന്ന സമയം നമ്മൾ ഗുരുവായൂരപ്പനോട് ചേർന്ന് നിൽക്കുന്ന സമയത്താണ്. ഗുരുവായൂരപ്പ ഭക്തരായ നിങ്ങളോടാണ് ഞാനിത് പറയുന്നത്. നമുക്കെല്ലാവർക്കും, ഇപ്പം എന്നെ പോലെ തന്നെയാണ് നിങ്ങളും, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ കാണാനായിട്ടിരിക്കില്ലല്ലോ. അപ്പോൾ ആ ഏറ്റവും സന്തോഷം തരുന്ന സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം
കാലദേശാവിദിപ്യ നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാന അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത്ഭാതി സാക്ഷാൽ ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാന. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം. സാന്ദ്രാനന്ദം, ആനന്ദം കട്ട പിടിച്ച അവസ്ഥയാണ് ഗുരുവായൂര്. ആനന്ദം അങ്ങനെ കട്ട പിടിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഗുരുവായൂരപ്പൻ. അപ്പോൾ ഗുരുവായൂരപ്പൻ സന്തോഷിച്ചാൽ നമ്മളെല്ലാവരും സന്തോഷിക്കും. നമ്മൾ സന്തോഷിച്ചാൽ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർ സന്തോഷിക്കും. എല്ലാവരും സന്തോഷിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയത്തിലെ ഗുരുവായൂരപ്പനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ അലങ്കാരം നമ്മുടെ ഹൃദയത്തിൻ്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കുക. ചതുർഭാഗമായി നിൽക്കുന്ന ഭഗവാൻ, പൊന്നു ഭഗവാൻ ഗുരുവായൂരപ്പൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നിങ്ങൾക്കെല്ലാവർക്കും, നിങ്ങളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളിൽ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും ചൈതന്യവും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളുന്നു. എല്ലാവരെയും ഭഗവാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ, ഹരി ഓം തത്സത്.